മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകം നൽകുന്ന സമാധാനവും ശാന്തിയും പ്രത്യാശയും നശ്വരമാണെന്നുള്ള ചിന്തയും യഥാർത്ഥമായ സമാധാനവും പ്രത്യാശയും ദൈവികമാണെന്നുള്ള ഉൾക്കാഴ്ചയും ഈ വലിയ നോമ്പിൽ നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ രക്ഷാകരമായ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 13-ാം തിരുവചനം ഇപ്രകാരം പറയുന്നു: ഇടുക്കമുള്ള വാതിൽ കൂടി പ്രവേശിപ്പിൻ, എന്തെന്നാൽ നാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അതിലൂടെ പോകുന്നവർ അനേകരാകുന്നു. ജീവനിലേക്ക് നയിക്കുന്ന വഴി ഞെരുക്കമുള്ളതും വാതിൽ ഇടുങ്ങിയതുമത്രേ, അതിനെ കണ്ടെത്തുന്നവരോ ചുരുക്കമത്രേ. ഈ ലോകം അതിന്റെ സാധ്യതകള് എല്ലാം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുമ്പോഴും ഭാരങ്ങള്, ക്ലേശങ്ങള്, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കി ദൈവത്തോട് ചേർന്നിരിക്കാനും, എന്നാൽ എളുപ്പമായി ഈ ലോകത്തിന്റെ വഴിയെ തിരഞ്ഞെടുത്തുകൊണ്ട് നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനും ഇടയായിട്ട് തീരരുത്. ആവർത്തന പുസ്തകം 30-ാം അധ്യായം 15-ാം തിരുവചനം നമ്മോട് ഇപ്രകാരം അരുളി ചെയ്യുന്നുണ്ട്: ഇതാ, ഞാൻ ഇന്ന് ജീവനും നന്മകളും മരണവും തിന്മകളും നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു. എങ്ങനെയെന്നാൽ നീ ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് വർദ്ധിക്കുകയും നീ കൈവശമാക്കുന്ന ദേശത്ത് നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യുവാനായി നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിപ്പാനും അവന്റെ വഴികളിൽ നടപ്പാനും അവന്റെ കൽപ്പനകളും നിയമങ്ങളും വിധികളും പാലിക്കുവാനും ഞാൻ നിനക്ക് നിർദ്ദേശം തരുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ, ദൈവത്തിന്റെ അനുഗ്രഹം നമ്മെ പ്രാപിക്കുവാനായി നാം ഒരുങ്ങുമ്പോൾ, നാം കർത്താവിനോടുകൂടെ ചേർന്നിരുന്ന് ദൈവത്തെ സ്നേഹിപ്പാനായിട്ട് നമുക്ക് കഴിയണം. കർത്താവിന്റെ വഴികൾ, കഷ്ടതയുടെ വഴികൾ തിരഞ്ഞെടുക്കുവാനായി നമുക്ക് സാധിക്കണം. നമ്മോട് പറഞ്ഞിട്ടുള്ളതായ കൽപ്പനകൾ ആചരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുവാനും നമുക്ക് സാധിക്കണം. ഭൂമിയിലെ നിക്ഷേപത്തിന് ആയിട്ടല്ല നാം പ്രവർത്തിക്കേണ്ടത്, സ്വർഗത്തിലെ നിക്ഷേപമാണ് നമ്മുടെ ആവശ്യമെന്ന ചിന്തയോടുകൂടെ ആരും മോഷ്ടിക്കാത്തതും ആരാരും നശിപ്പിക്കപ്പെടാത്തതുമായ ആ സന്തോഷം നേടുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ നോമ്പിൽ ഞെരുക്കങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മുടെ ശരണം ദൈവത്തിൽ വെച്ചുകൊണ്ട് പ്രത്യാശയുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നാം എല്ലാവരെയും അർഹരാക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമീൻ.